നമസ്കാരം. കേരളത്തിലെ ഒരു പ്രധാന പോക്സോ കേസും അതിനോടനുബന്ധിച്ച് ഉയർന്നു വന്ന നിയമപരവും സാമൂഹികവുമായിട്ടുള്ള വെല്ലുവിളികളുമാണ് നിലവിൽ പൊതുചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. പാലത്തായി പോക്സോ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ അത് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളെയും നീതിന്യായ പ്രക്രിയകളെയും ഒക്കെ തന്നെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്നവർക്ക് നൽകുന്ന സംരക്ഷണം കേവലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ പ്രവൃത്തിയിലാക്കണം എന്ന് കോടതി വ്യക്തമാക്കിയതിലൂടെ അതിജീവിതകളെ പിന്തുണയ്ക്കുന്നതിലെ ഭരണപരമായിട്ടുള്ള വീഴ്ചകൾക്ക് അടിവരയിടുന്നു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും അവർക്ക് സമയബന്ധിതമായി തന്നെ നീതി ലഭ്യമാക്കുന്നതിലും ഭരണകൂട സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നാണ് ഈ വിധിയിലൂടെ ലഭിക്കുന്ന പ്രധാന സൂചന. 2020 ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ കേസിന്റെ ആദ്യഘട്ടത്തിലെ പോലീസ് നടപടികൾ സംശയകരമായിരുന്നു. സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതും അന്ന് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ മറ്റ് ബാഹ്യ ഇടപെടലുകളോ അന്വേഷണത്തെ സ്വാധീനിച്ചോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. പോക്സോ കേസുകളിൽ പ്രത്യേകിച്ചും ദുർബലരായിട്ടുള്ള കുട്ടികൾ ഇരയാക്കപ്പെടുമ്പോൾ സമയബന്ധിതവും പക്ഷപാതപരമല്ലാത്തതുമായ അന്വേഷണം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന ആരോപണങ്ങൾ ശക്തമായതോടുകൂടി നീതിന്യായ പ്രക്രിയയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. സംഭവം നടന്ന സമയത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ശൈലജയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് കോടതി കണ്ടെത്തിയ വീഴ്ചകളാണ് ഈ കേസിന്റെ ശ്രദ്ധേയമായ മറ്റൊരു വശം. അതിജീവിതയ്ക്ക് കൗൺസിലിംഗ് നൽകിയവർ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് മാതാവ് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ സ്വന്തം വകുപ്പിന്റെ കീഴിൽ വരുന്ന ഈ ഗുരുതരമായ പരാതിയിൽ മന്ത്രി എന്ന നിലയിൽ നടപടിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഒരു കുട്ടിയുടെ മാനസികാരോഗ്യവും ഭാവിയും സംരക്ഷിക്കുന്നതിൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ കേസിൽ കൗൺസിലിംഗ് സംവിധാനത്തിൽ വന്ന പാളിച്ചകൾ പരിഹരിക്കുന്നതിൽ അധികാരികൾക്ക് സംഭവിച്ച വീഴ്ച ശിശുക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമൂലമായ പുനഃപരിശോധന ആവശ്യപ്പെടുന്നുണ്ട്. കേസിന്റെ തുടർ നടപടികളിലും നിരവധി നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടു. പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിന്നീട് പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത് വിവാദങ്ങൾക്ക് തിരികൊളുത്തി. പോക്സോ വകുപ്പ് ഒഴിവാക്കാനുള്ള നീക്കം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് കാരണമായി. ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഇത് ഇടക്കാല കുറ്റപത്രമാണെന്ന് വിശദീകരിക്കേണ്ടി വന്നു. കൂടാതെ അന്നത്തെ ക്രൈംബ്രാഞ്ച് IG-യുടെ ഭാഗത്തുനിന്നും അതിജീവിത കള്ളം പറയുന്നു എന്ന തരത്തിലുള്ള വിവാദ പരാമർശവും നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. പീഡന തീയതിയിലും അതോടൊപ്പം തന്നെ സ്കൂളിലെ ഹാജർ രേഖകളിലുമൊക്കെ തന്നെ അന്വേഷണ സംഘം കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണങ്ങൾ നീതി നിർവഹണത്തിലെ വൈരുദ്ധ്യങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് വെളിപ്പെടുത്തുകയാണ്. കേസ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമായതിനെ തുടർന്ന് കുട്ടിയുടെ മാതാവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തു. നീതിന്യായ വ്യവസ്ഥയുടെ ഈ ക്രിയാത്മകമായ ഇടപെടലാണ് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്. ഒടുവിൽ പോക്സോ കുറ്റം ചുമത്തി അന്തിമ കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു കുട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നീതിന്യായ സംവിധാനത്തിന്റെ ഉന്നതതല ഇടപെടൽ ആവശ്യമായി വന്നുവെന്നത് പ്രാദേശിക തലത്തിലെ അന്വേഷണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തത് അത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥയുടെ വിജയം അടയാളപ്പെടുത്തുകയാണ്. ബലാത്സംഗ കുറ്റത്തിന് 40 വർഷം തടവും പോക്സോ നിയമപ്രകാരം ജീവിതാവസാനം വരെ ജയിൽവാസവുമാണ് പ്രതിക്ക് ലഭിച്ച ശിക്ഷ. ഈ ശിക്ഷാവിധി ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ സന്ദേശം നൽകുകയാണ്. എന്നാൽ ഈ നീതി ലഭ്യമാക്കുന്നതിൽ വന്ന കാലതാമസവും അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടായ ഭരണപരവും പോലീസ് തലത്തിലുമുള്ള വീഴ്ചകളും ഭാവിയിൽ ശിശു സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ സർക്കാരും ഉദ്യോഗസ്ഥരും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊട്ടിയുറപ്പിക്കുകയാണ്.